സിമി എമ്മി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എടുത്തു വെച്ച വീഡിയോകളൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ പുതിയത് എടുക്കാനായിട്ട് അങ്ങനെ വിശേഷങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയ വീഡിയോകളൊന്നും പോസ്റ്റ് ചെയ്യാത്തത്. UAE വന്ന കാലം മുതലേ ഞാൻ പോകുന്ന ക്ലിനിക്കാണ് അൽ കനാറി. അവിടെ വിട്ട് എനിക്ക് ഒരു ക്ലിനിക്കിലേക്കും പോകാൻ അറിയേയില്ല, ഞാൻ പോയിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഫുഡ് ഇറക്കാനുള്ള ബുദ്ധിമുട്ട് വീണ്ടും കൂടുന്നതും എന്തായാലും പോയേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം വരുന്നതും. അപ്പോൾ ഇവിടെ ഇൻഷുറൻസ് ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും നടക്കില്ല, വളരെ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം നാട്ടിൽ പോയിട്ട് ചെയ്യാമെന്നാണ് കരുതിയത്. അപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ഇൻഷുറൻസ് ആസ്റ്റർ ക്ലിനിക്കിൽ കവർ ആവുമെന്ന്. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ കുറേ ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ദിവസങ്ങൾ കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ പോക്കും വരവും എല്ലാം തന്നെ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ആദ്യം പോകുമ്പോൾ വീഡിയോ എടുക്കണം അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചതുമില്ല. ഓർത്ത സമയത്ത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും ആയിരുന്നില്ല. പിന്നെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ല, ഇത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇതിനും കുറേ ദിവസങ്ങൾ മുന്നേ ഞാൻ പോയി തുടങ്ങിയതായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് അങ്ങനെ എടുക്കണമെന്ന് തോന്നിയില്ല. അപ്പോൾ ദുബായ് ഹോസ്പിറ്റലിൽ എനിക്ക് പോസിറ്റീവായിട്ട് പറയാൻ പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളോട് പെരുമാറുന്ന രീതി കേട്ടോ, അത് വളരെ നല്ല രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് നടക്കും. അതേപോലെ തന്നെ അവിടുത്തെ വൃത്തി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നാട് പ്രിഫർ ചെയ്യുമ്പോൾ എനിക്ക് UAE പ്രിഫർ ചെയ്യാനാണ് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസിൽ തോന്നിയത്. അനസ്തേഷ്യ തന്ന് മാത്രമേ എൻഡോസ്കോപ്പിയും ഡയലറ്റേഷൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഒരു ബൈസ്റ്റാൻഡറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അത് കേട്ട ഉടനെ തന്നെ ഞാൻ വരാമല്ലോ, ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്നതാണ് ശോഭ മാം. 6-7 മണിക്കൂർ ഒരേ ഇരിപ്പിരുന്നു ആള്. അതിനൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എത്ര പറഞ്ഞാലും മതിയാവില്ല. മാം മാത്രമല്ല, മാമിൻ്റെ ഹസ്ബൻഡും ഇതിനു വേണ്ടി പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് സമയം കണ്ടെത്തുകയുണ്ടായി. എന്നെ തിരിച്ചു കൊണ്ടാക്കുമ്പോൾ എനിക്ക് ആവശ്യമായ ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നിട്ടാണ് അവർ വീട്ടിൽ കൊണ്ടാക്കിയത്. യൂട്യൂബിൽ നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനും മാത്രം ഫോളോവേഴ്സ് ഉള്ള ആളൊന്നും അല്ല കേട്ടോ ഞാൻ. പക്ഷേ ചില സന്തോഷകരമായ നിമിഷങ്ങൾ ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ സ്റ്റാറ്റസ് ആക്കിയൊക്കെ ഇടുമ്പോഴത്തേക്കും അതിന് വിമർശനങ്ങളുമായിട്ട് വരുന്ന ചില പരിചിതരുണ്ട്. അവരറിയുന്നില്ല ഇങ്ങനെയും ചില നിമിഷങ്ങളിലൂടെ ഞാൻ കടന്നു പോകാറുണ്ട്. ഇവിടെ അടിച്ചു പൊളിക്കുക മാത്രമൊന്നും അല്ല ചെയ്യുന്നത്, ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇന്നലെ വരെ അവരൊരിക്കൽ പോലും ചോദിച്ചിട്ടുണ്ടാവില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നോ, ഫുഡ് കഴിച്ചോ എന്നൊന്നും. പക്ഷേ എന്തെങ്കിലും സന്തോഷകരമായി കാണുമ്പോഴത്തേക്ക് അതിന് നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് വരും. ആ വിഷമങ്ങളൊന്നും ഞാനങ്ങനെ കാര്യമായിട്ട് എടുക്കാറില്ല. എന്നാലും പറയുന്നു, ഇങ്ങനെയും കുറേ നിമിഷങ്ങൾ എൻ്റെ ലൈഫിലുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയ്ക്ക് ബായ്.